71. ഡെലിവറി കഴിഞ്ഞ കീർത്തിയെ അവളുടെ അമ്മ വന്ന് നിർബന്ധപൂർവം അവരുടെ കൂടെ കൊണ്ടുപോകാൻ നോക്കുന്നു. വിസമ്മതിച്ച കീർത്തിയെ അവർ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തി. വരുണിന്റെ മകൻ വേദാന്തിനെ സ്കൂളിൽ വെച്ച് ആരോ ബന്ധിയാക്കാൻ നോക്കുന്നു. അവനെ രക്ഷപ്പെടുത്താൻ വരുൺ ബ്ലാക്ക് കാറ്റ്സിന്റെ സഹായം തേടുന്നു. വേദാന്തിന്റെ നെറ്റിയിൽ ചേർത്തുവെച്ച തോക്കിന്റെ ട്രിഗറിൽ വിരൽ അമരാൻ പോകുന്നതിന്റെ അതേ നിമിഷം ഒരു വെടി ഉതിർക്കുന്ന ശബ്ദം കേട്ടു. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ചോര തെറിപ്പിച്ചുകൊണ്ട് ആ തോക്ക് താഴേക്ക് ചാടി. ആ! അക്രമിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ശബ്ദം അവിടെ ഉയർന്നു. അവളുടെ ശ്രദ്ധ തെറ്റിയതും വേദാന്ത് അക്രമിയുടെ കയ്യിൽ നിന്നും കുതറിയോടി അവളെ വെടിവെച്ചു വീഴ്ത്തിയ ബ്ലാക്ക് കാറ്റിന്റെ അടുത്തേക്ക് ചെന്നു. സൈഡിൽ നിന്നും 2 കമാൻഡോകൾ ഓടി വന്ന് അപ്പോഴേക്കും ആ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിരുന്നു. കമാൻഡിംഗ് ഓഫീസർ വേദാന്തിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലേഡി കമാൻഡോയുടെ അടുത്തെത്തി ചോദിച്ചു, സീട്ടൻ, ഈ കുഞ്ഞിന് വല്ല പരിക്കുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഷുവർ സർ. ആ കമാൻഡോ അവനെ നന്നായി പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. വേദാന്ത് അവളെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവളൊരു ബ്ലാക്ക് മാസ്ക് കൊണ്ട് മൂക്കും വായയും മൂടിയിട്ടുണ്ട്. പക്ഷേ ആ കണ്ണുകൾ ആ കുഞ്ഞിനെ ആകർഷിച്ചു. അവൻ അവരോട് ചേർന്ന് നിന്നു. അവന്റെ ആ പ്രവൃത്തി കണ്ടതും അവൾ അവനെ കയ്യിലെടുത്തുയർത്തി പറഞ്ഞു, മോൻ ഓക്കെ അല്ലേ? ഇനി നമുക്ക് പോവാം. അവളുടെ ചോദ്യത്തിന് സമ്മതഭാവത്തിൽ അവൻ തലയാട്ടി. അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. അവൾ അവനെയും കൊണ്ട് അവരുടെ വാനിനടുത്തേക്ക് നടന്നു. അവർ വരുന്നത് കണ്ട് ഒരു കമാൻഡോ ഡോർ ഓപ്പൺ ചെയ്തു കൊടുത്തു. അവൾ അവനെയും കൊണ്ട് വാനിലേക്ക് കയറി. കുഞ്ഞിനെ മടിയിൽ ചേർത്ത് പിടിച്ചിരുന്നു. വാഹനത്തിൽ കയറിയതും അവൾ മാസ്ക് അഴിച്ചു മാറ്റി. ആ സുന്ദരമായ മുഖം കണ്ടതും ആ കുഞ്ഞിന്റെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. അവന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. കാരണം ആ ലേഡി കമാൻഡോ മറ്റാരും ആയിരുന്നില്ല, അവന്റെ സ്വന്തം അമ്മയായ കീർത്തിയായിരുന്നു. C10 എന്നത് ആ ബ്ലാക്ക് കാറ്റ് കമാൻഡോ യൂണിറ്റിൽ അവളുടെ കോഡ് നെയിമാണ്. അവരുടെ ഓഫീസിലെ താഴത്തെ നിലയിലെ ഹാളിൽ കമാൻഡോകൾ ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കനത്ത നിശബ്ദതയിൽ 2 കമാൻഡോസ് പരസ്പരം പതിയെ കുശുകുശുക്കുന്നത് മറ്റുള്ളവർക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. പക്ഷെ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമായതിനാൽ മറ്റുള്ളവർ അവരുടെ വാക്കുകൾക്ക് കാതോർത്തു. അതിലൊരാൾ ഇങ്ങനെ പറഞ്ഞു, ഏയ്, ഇപ്പൊ നമ്മുടെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ആരുടെ കുഞ്ഞിനെയാണെന്നറിയോ? ലോകം മുഴുവനും അറിയപ്പെടുന്ന ദ ഫേമസ് മാൻ വരുൺ കിഷോറിന്റെ മകനെ. എല്ലായിടത്തും അദ്ദേഹത്തിനെ പറ്റി ന്യൂസ് കേൾക്കാറുണ്ട് എന്നല്ലാതെ നേരിട്ട് ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഈവൻ ഇന്റർനെറ്റിൽ പോലും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ല. ഓ റിയലി? അദ്ദേഹത്തിന്റെ മകനാണോ അത്? അതാണ് ആ കുഞ്ഞിനെ ആരോ തട്ടിയെടുക്കാൻ നോക്കിയത് അല്ലേ? ലോകം മുഴുവനും അറിയപ്പെടുന്ന ബിസിനസ്മാൻ ആണല്ലോ, കാശിന് വേണ്ടി തന്നെ ആയിരിക്കും. പക്ഷെ ആ കുഞ്ഞാകെ പേടിച്ചു പോയെന്ന് തോന്നുന്നു. സീട്ടന്റെ കയ്യിൽ നിന്ന് നിലത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല, മറ്റാരുടെയും അടുത്തേക്ക് പോകുന്നുമില്ല. അത് കേട്ട് മറ്റേയാൾ പറഞ്ഞു, കാശിന് വേണ്ടി തന്നെ ആയിരിക്കും. പിന്നെ സീനിയർ പറയുന്നത് കേട്ടത് വെച്ച് അദ്ദേഹം നമ്മുടെ ചീഫിന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട്. പറ്റിയാ ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കണം. ആരും കാണാത്ത VVIP അല്ലേ? അത് അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് ന്യൂസ് അല്ലാതെ പേഴ്സണൽ ലൈഫ് എല്ലാം ഇടനാണ്. സോഷ്യൽ മീഡിയകളിൽ നിന്നും മറ്റും ഹൈഡ് ചെയ്താണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലും. നമ്മുടെ രാജ്യത്തിലെ പ്രമുഖരായ എല്ലാവരുമായി നല്ലൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. അവരുടെ കമ്പനി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഗവൺമെന്റിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അവരുടെ സംസാരം അവിടെ നടക്കുമ്പോൾ പുറത്തൊരു ലക്ഷറി കാർ വന്നു നിന്നു. ഹാളിൽ നിന്നിരുന്ന സീനിയർ എല്ലാവരോടും സൈലന്റ് ആയിരിക്കാൻ സൂചന കൊടുത്തു. എല്ലാവരുടെയും കണ്ണുകൾ ഹാളിന്റെ എൻട്രൻസിലേക്കായിരുന്നു. കാറിന്റെ ബാക്ക് ഡോർ ഒരു കമാൻഡോ വന്ന് തുറന്നു. ആദ്യം കറുത്ത തിളങ്ങുന്ന ഷൂ നിലത്ത് തൊട്ടു. തൊട്ടടുത്ത നിമിഷം വരുൺ പുറത്തിറങ്ങി. അവൻ കറുത്ത ഒരു സ്യൂട്ടായിരുന്നു ധരിച്ചിരുന്നത്. ആ വസ്ത്രത്തിൽ അവന്റെ ആ എലഗന്റ് ലുക്ക് ഒന്നുകൂടി എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൂടെ സഞ്ജുവും ഉണ്ടായിരുന്നു. അവരെ ചീഫ് ചെന്ന് സ്വീകരിച്ച് ഹാളിലേക്ക് ക്ഷണിച്ചു. 2 പേരും അയാളോടൊപ്പം വേഗത്തിൽ ഹാളിലേക്ക് നടന്നു. കമാൻഡിംഗ് ഓഫീസറെ കണ്ടതും എല്ലാവരും സല്യൂട്ട് ചെയ്തു. അയാൾ തന്റെ അടുത്തുള്ള കമാൻഡോയോടായി പറഞ്ഞു, C5, ഇയാള് പോയി സീട്ടനോട് ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയും. ആ കമാൻഡോ അകത്തേക്ക് പോയി അവരെ വിളിച്ചുകൊണ്ടുവന്നു. വേദാന്ത് കീർത്തിയുടെ കഴുത്തിലൂടെ കൈകളിട്ട് ഒരു കുട്ടിക്കുരങ്ങനെ പോലെ അമ്മയോട് പറ്റിച്ചേർന്ന് കിടന്നു. ഹാളിന്റെ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചതും ദൂരെ നിന്നേ കീർത്തി അവിടെ നിന്ന ആളിനെ കണ്ടിരുന്നു. അയാളെ കണ്ടതും എന്തുകൊണ്ടാണ് വേദാന്ത് തന്നിൽ നിന്നും അകലാൻ തയ്യാറാകാത്തതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അയാളെ കണ്ണെടുക്കാതെ നോക്കി. അതേ തീക്ഷ്ണമായ കണ്ണുകൾ. മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, താൻ ഉപേക്ഷിച്ചു പോയ തന്റെ ഭർത്താവാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കീർത്തിക്ക് മനസ്സിലായി. കീർത്തി ആദ്യമായിട്ടാണ്
മുഖംമൂടിയില്ലാതെ വരുണിനെ കാണുന്നതെങ്കിലും അവൾ അവനെ തിരിച്ചറിഞ്ഞു. അതും ഈ അവസ്ഥയിൽ. താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല സ്വന്തം ചോരയാണെന്ന തിരിച്ചറിവ് അവളുടെ ശരീരമാകെ ഒരു വിറയൽ പടർത്തി. 6 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അവൾ വരുണിനെ കാണുന്നു. സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാതെയാണെങ്കിലും ചേർത്ത് പിടിക്കുന്നു. നിസ്സഹായതയോടെ, ഉള്ളുനുറുങ്ങുന്ന വേദനയോടെ ഉപേക്ഷിച്ചു കളഞ്ഞ എല്ലാം അവൾക്ക് മുന്നിൽ ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു. കീർത്തിയുടെ മനസ്സിൽ പല വികാരങ്ങളും ഒരേ സമയം അലയടിച്ചു. വരുണും കീർത്തിയും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടേയിരുന്നു. അവനിൽ നിന്നും ഏതാനും ചുവടുകൾ മാത്രം അകലെ എത്തിയപ്പോൾ കീർത്തി കുഞ്ഞിനെ താഴെ നിർത്തി. അവൻ അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു നിന്നു. അവൾ അവന്റെ കവിളിൽ പിടിച്ച് മുഖമുയർത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, ദാ അങ്ങോട്ട് നോക്കേ. മോന്റെ അച്ഛൻ വാവയെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ദേ, മോൻ അങ്ങോട്ട് ചെന്നേ. കീർത്തി കുഞ്ഞിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കി. പക്ഷെ അവൻ അവളെ കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് നിഷേധത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ പോകുന്നില്ല. ആന്റി എന്നെ എടുക്കോ? കുഞ്ഞിന്റെ പെരുമാറ്റം കണ്ട് കീർത്തി അമ്പരന്നു പോയി. വരുണാണെങ്കിൽ ഒറ്റൊരു നോട്ടമേ കീർത്തിയെ നോക്കിയുള്ളൂ. അവനാകെ സ്തംഭിച്ചു പോയിരുന്നു. വല്ലാത്തൊരു വിറയൽ. കുഞ്ഞാണെങ്കിൽ ഒരിക്കലും പതിവില്ലാത്തതുപോലെ വരുണിനെ കണ്ടിട്ടും വരാൻ വിസമ്മതിക്കുന്നു. ഇന്ന് വരെയും വേദാന്ത് അവനെ കണ്ട് അവന്റെ അരികിലേക്ക് വരാതിരുന്നിട്ടില്ല. പക്ഷെ ആദ്യമായി അവൻ വരുണിനടുത്തേക്ക് വരാൻ വിസമ്മതിക്കുന്നു. കീർത്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് വേദാന്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്ലീസ്, ഞാൻ എങ്ങോട്ടും പോണില്ല, എന്നെ വിടല്ലേ. വേദാന്ത് കരച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ വരുൺ അസ്വസ്ഥനായി. മറ്റുള്ളവർ അവിടെ നടക്കുന്ന കാഴ്ച അമ്പരന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേദുട്ടാ, വന്നേ, നമുക്ക് വീട്ടിൽ പോണ്ടേ? ഇങ്ങനെ പറഞ്ഞ വരുൺ കീർത്തിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു. കീർത്തിയുടെ കണ്ണുകൾ വരുണിന്റെ മുഖത്തുകൂടെ പാഞ്ഞു നടന്നു. പരസ്പരം അടുത്തു നിൽക്കുമ്പോൾ ഉള്ളിൽ പലതും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ നിശബ്ദരായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിനുള്ളിൽ വികാരങ്ങളുടെ തിരമാലകൾ അലയടിച്ചുയരുന്നുണ്ടായിരുന്നു. അവൻ വല്ലാതെ കരയുന്നു. എന്നെ വിടാൻ കൂട്ടാക്കുന്നില്ല. അടക്കി പിടിച്ച നൊമ്പരത്തോടെ കീർത്തി പറഞ്ഞു, 5-6 വർഷത്തെ വിടവ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല. അത് പറയുമ്പോൾ വരുണിന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അവൻ തന്റെ വികാരങ്ങൾ അടക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. സഞ്ജുവും ആകെ ഷോക്കിലായിരുന്നു. ഇത്രയും വർഷം ഭ്രാന്ത് പിടിച്ച് അന്വേഷിച്ച് നടന്നിരുന്നവള് നമ്മുടെ മുന്നിൽ തന്നെ കൈ അകലത്തിലുണ്ടായിരുന്നു. അത് ഈ വേഷത്തില്. ഓ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഞ്ജുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. വരുണിനെയും കീർത്തിയെയും കുഞ്ഞിനെയും അവൻ മാറി മാറി നോക്കി. കീർത്തി തന്റെ ഉള്ളിലെ വികാരങ്ങളെ പെട്ടെന്ന് മറികടന്നു. അവൾ നിമിഷങ്ങൾക്കകം ഒരമ്മയോ ഭാര്യയോ ഒന്നുമല്ലാതെ ഒരു കമാൻഡോ മാത്രമായി മാറി. കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കണ്ട് സഞ്ജു ചീഫ് കമാൻഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോൻ ഭയന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ലേഡി കമാൻഡോയെ വിട്ടു പോരാൻ സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞാണെങ്കിൽ കരച്ചിലും നിർത്തുന്നില്ല. ഈ ഒരു കണ്ടീഷനിൽ ബലമായി എടുത്തുകൊണ്ട് പോകുന്നത് അവന്റെ മാനസികാരോഗ്യത്തിന് നല്ലതായിരിക്കില്ല, അല്ലേ? നിങ്ങളുടെ കമാൻഡോയുടെ കൂടെ അല്ലാതെ അവൻ ആരിലും കംഫർട്ട് അല്ല എന്ന് തോന്നുന്നു. സഞ്ജു പറയുന്നത് കമാൻഡിംഗ് ഓഫീസർ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, മോൻ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടോ. പിന്നെ സീട്ടന് ഏത് സിറ്റുവേഷൻ വന്നാലും ആരെയും കംഫർട്ട് ആക്കാൻ പ്രത്യേക കഴിവാ. ഷീസ് എക്സലന്റ് ഇൻ ഹെർ വർക്ക്. കുഞ്ഞിങ്ങനെ വാശി പിടിക്കുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. മോനെ സീട്ടൻ തന്നെ പതുക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ. കമാൻഡിംഗ് ഓഫീസർ ഉടനെ തന്നെ കീർത്തിയെ അടുത്തേക്ക് വിളിച്ചു. അവൾ കുഞ്ഞിനെയും കൊണ്ട് അയാളുടെ മുന്നിൽ ചെന്ന് സല്യൂട്ട് ചെയ്തു. അവളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, സീട്ടൻ, ഇന്നത്തെ ഇൻസിഡന്റ് കൊണ്ട് കുഞ്ഞു വല്ലാതെ ഭയന്നു എന്ന് തോന്നുന്നു. അവനെ നിങ്ങൾ രക്ഷിച്ചത് കൊണ്ട് അവനിപ്പോ നിങ്ങളോട് വല്ലാതെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അവന്റെ കംഫർട്ട് സോൺ ഇപ്പൊ നിങ്ങളാ. അതുകൊണ്ട് അവനെ വാശി പിടിപ്പിക്കാതെ അവനെ പതുക്കെ അനുനയിപ്പിച്ച് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് പോന്നോളൂ. അവൻ അവിടെ സെറ്റിലായി കഴിഞ്ഞ് നിങ്ങൾ ക്യാമ്പിൽ വന്ന് ജോയിൻ ചെയ്താൽ മതി. കീർത്തി തന്റെ ചീഫിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അയാളെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, യെസ് സർ, ഐ വിൽ ഡു ദാറ്റ്. കീർത്തി കുഞ്ഞിനെയും കൊണ്ട് ഹാളിന് വെളിയിലേക്ക് നടന്നു. വരുണും സഞ്ജുവും അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് അവളുടെ പുറകെ നടന്നു. കീർത്തി വരുണിന്റെ കാറിലേക്ക് കയറിയിരുന്നു. ആ വാഹനം അവന്റെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം വേദാന്ത് കീർത്തിയുടെ മടിയിൽ തന്നെയായിരുന്നു. അവൻ അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നു. യാത്രക്കിടയിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എല്ലാവരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് കയറിയതെങ്കിലും ബെഡ്റൂമിലേക്ക് വരുണും കുഞ്ഞിനെയും കൊണ്ട് കീർത്തിയും മാത്രമാണ് പോയത്. സഞ്ജു പുറത്ത് ഹാളിൽ തന്നെ നിന്നു. വരുൺ ചെന്ന് ബെഡ്റൂമിന്റെ വാതിൽ കീർത്തിക്കായി തുറന്നു കൊടുത്തു. കീർത്തി കുഞ്ഞിനെ എടുത്ത് പതിയെ ബെഡിലേക്ക് കിടത്തി. അവൻ ഒന്ന് ചിണുങ്ങി തിരിഞ്ഞ് കീർത്തിയുടെ കയ്യിൽ പിടിച്ചു. അവൾ പതിയെ അവന്റെ തോളിൽ തട്ടിക്കൊടുത്തു. അവൻ പൂർണ്ണമായും നിദ്രയിലേക്ക് ആഴ്ന്നതും
അവൾ അവനെ വിട്ട് നിവർന്നു നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അവൾ മുന്നോട്ട് നടന്നതും അവളുടെ കൈത്തണ്ടയിൽ ബലമായി ഒരു പിടി വീണു. അവൾ പുറകോട്ട് വലിക്കപ്പെട്ടു. അവളുടെ തൊണ്ടയിൽ ഒരേങ്ങൽ ഉയർന്നു. കീർത്തിയുടെ കാതിൽ ചൂടുള്ള ഒരു നിശ്വാസം പതിഞ്ഞു. അവളുടെ മേനിയാകെ പൊട്ടിത്തെറിച്ചു. അവളുടെ കാതിൽ വരുൺ പതിയെ പറഞ്ഞു, ഒന്നും മിണ്ടാതെ ഇനിയും നിനക്ക് പോണം. 6 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ നിന്നെ ഞാൻ അങ്ങനെ വിട്ടു കളയണോ കീർത്തി? വരുണിന്റെ വാക്കുകളിലെ വേദനയും അമർഷവും മുഴുവനും കീർത്തിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. അവന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൾ ശ്രമിച്ചില്ല. പകരം അവനെ തിരിഞ്ഞു നോക്കാതെ പതിയെ പറഞ്ഞു, കഴിഞ്ഞ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് എനിക്കിനി സാധിക്കില്ല വരുൺ. നിങ്ങളോടൊപ്പം ഒരു സാധാരണ ജീവിതം നയിക്കാൻ എനിക്ക് കഴിയില്ല. ഈ പൊടിക്കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് തന്നെ ആയിരുന്നു അത്. ഇവനെ ആദ്യമായി മാറിൽ ചേർത്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതെന്റെ കുഞ്ഞാണെന്ന്. നിങ്ങളെ കണ്ടപ്പോഴാ ഞാൻ എന്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞത്. അവന്റെ കരച്ചിൽ എന്നെ ഉലച്ചു കളഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വീട്ടിലേക്ക് കാലുകൂത്തിയത്. ഇവൻ ജനിച്ചപ്പോഴേ നമുക്കിടയിലെ എഗ്രിമെന്റ് പൂർത്തിയായതാ. നമുക്കിടയിൽ എല്ലാം കഴിഞ്ഞു. ഇനി യാതൊന്നും അവശേഷിക്കുന്നില്ല. അതുകൊണ്ടാ ഈ നാട്ടിൽ തിരിച്ചെത്തിയിട്ടും ഞാൻ ഇവനെ ഒന്ന് കാണാൻ പോലും വരാഞ്ഞത്. കീർത്തിയുടെ വാക്കുകളിൽ വല്ലാത്തൊരു നിസ്സംഗതയുണ്ടായിരുന്നു. അത് മനസ്സിലായിട്ടും വരുൺ അവളുടെ കൈ വിട്ടില്ല. അവൻ ഗൗരവത്തോടെ പറഞ്ഞു, കീർത്തി, താൻ എന്തിനാ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നീ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. കഴിഞ്ഞ 1.5 കൊല്ലമായി താൻ സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന് പുറത്താണെന്ന് തന്റെ ചീഫ് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. തനിക്ക് അറിയാത്ത പലതും എനിക്കറിയാം. തന്റെ ഫാദർ ഒരു സ്ഫോടനത്തിൽ ഉത്തരവാദി ആയതുകൊണ്ട് രാജ്യദ്രോഹിയാണ്. നീയും അതിൽ പങ്കാളിയാണ് എന്ന് ഭയന്നല്ലേ നീ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയത്? അതിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നമ്മുടെ ഭരണകൂടത്തിന് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. നിന്റെ അച്ഛൻ ഒരിക്കലും ഒരു രാജ്യദ്രോഹിയല്ല. നിങ്ങളുടെ പേരിൽ ചാർത്തപ്പെട്ട എല്ലാ കേസുകളും, അതുപോലെ എന്റെ പേരിലുള്ള എല്ലാ കേസുകളും പിൻവലിക്കപ്പെട്ടതാണ്. കൃത്യമായ തെളിവുകൾ സമർപ്പിച്ചതുകൊണ്ട് നമ്മൾ കുറ്റവിമുക്തരാണ്. കുറ്റവാളികൾ നിങ്ങളുടെ കുടുംബത്തെ ബന്ധികളാക്കിയതാണെന്നും നിന്റെ അച്ഛൻ ചെയ്തത് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ച വലിയൊരു കാര്യമാണെന്നും സർക്കാരിന് ബോധ്യപ്പെട്ടതാ. ചീത്തപ്പേര് ഭയന്ന് ഇനി നീ ഇങ്ങനെ ഒളിച്ചു ജീവിക്കേണ്ട കാര്യമില്ല. നീ ഇനി ഞങ്ങളെ വിട്ടു പോവേണ്ടതില്ല കീർത്തി. ഇനിയെങ്കിലും നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. കീർത്തിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൾ വിറയലോടെ ചോദിച്ചു, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ സംഭവിച്ചത് എപ്പോഴാ? എന്നിട്ടെന്താ ഞാൻ ഇതിനെ പറ്റി ഒന്നും അറിയാതെ പോയത്? വരുൺ അവളുടെ ഇടത് കൈപ്പത്തിയിൽ തന്റെ മറ്റേ കൈപ്പത്തി വെച്ച് തഴുകിക്കൊണ്ട് പറഞ്ഞു, നീ നമ്മുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചു പോയ അന്ന് ഞാൻ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത ശേഷം ഈ സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനായിട്ട് വരുന്നതിന് മുന്നേ നീ അവിടുന്ന് പോയിരുന്നു. ഞാൻ നിന്റെ അച്ഛന്റെ പേരിലുള്ള കുറ്റങ്ങളും എന്റെ പേരിലുള്ള കേസും എല്ലാം രേഖാമൂലം ഒഴിവാക്കിയിരുന്നു. നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞ് മാത്രമേ നീ ഈ കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ എന്നെനിക്ക് നിർബന്ധമായിരുന്നു. നിനക്ക് ഒളിക്കാൻ ശക്തമായൊരു പിന്തുണയുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നീ എന്റെ കയ്യിൽ പെടാതിരുന്നത്. ഇനിയെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിച്ചുകൂടെ? നമ്മുടെ മോന് നഷ്ടമായതൊക്കെയും തിരിച്ചു കൊടുത്തുകൂടെ? വരുൺ പറയുന്നതൊക്കെയും കേട്ടിട്ടും കീർത്തിയിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് നിസ്സഹായതയോടെ പറഞ്ഞു, സോറി വരുൺ. എപ്പോ ഞാൻ എല്ലാം അവസാനിപ്പിച്ചോ അന്ന് തന്നെ എല്ലാം അവസാനിച്ചു. ഇപ്പൊ ഞാൻ വെറും ഒരു കമാൻഡോ മാത്ര. എനിക്ക് വീണ്ടും പഴയ കീർത്തിയാവാൻ കഴിയില്ല. വേദാന്തിന് ആവശ്യമായതൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവൻ നിങ്ങളോടൊപ്പം ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത്? ഇനി അതുപോലെ തന്നെ മതി. അവനെ ഹാപ്പിയായി കൊണ്ടു നടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോഴേക്കും കീർത്തിയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. യെസ് സർ, ഞാൻ തിരിച്ചു പോരുകയാണ്. ഫോണിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അവൾ വളരെ വേഗം പടികളിറങ്ങി. ആ സമയം സഞ്ജു മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവനെ കണ്ടിട്ടും കീർത്തി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി വരുൺ മുകളിൽ നിൽക്കുന്നത് സഞ്ജു കണ്ടു. അവൻ ധൃതിയിൽ വരുണിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താടാ ഞാനീ കാണുന്നത്? അവളില്ലാതെ ഭ്രാന്തനായി നടന്ന നീ അവളെ പിന്നെയും നിന്നിൽ നിന്ന് അകന്നു പോവാൻ സമ്മതിച്ചോ? അവള് പോണോന്ന് പറഞ്ഞത് കൊണ്ട് നീ അവളെ തടയാതെ പറഞ്ഞു വിട്ടോ? സഞ്ജുവിന്റെ ദേഷ്യം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വരുൺ അവന്റെ തോളിൽ കൈ ചേർത്തു. എന്നിട്ട് ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, നീ ഇങ്ങനെ ചൂടാവണ്ട. അവളുടെ ഈ മടങ്ങിപ്പോക്കൊക്കെയും പൂർണ്ണമായുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി മാത്രമുള്ളതാ. അവളെ എങ്ങനെ വരുത്തിക്കണമെന്ന് എനിക്കറിയാം. വെയിറ്റ് ആൻഡ് സീ. വരുൺ പറയുന്നത് കേട്ട് അമ്പരന്ന് നോക്കി നിൽക്കാനേ സഞ്ജുവിന് കഴിഞ്ഞുള്ളൂ.
എന്തായിരിക്കും വരുൺ പ്ലാൻ ചെയ്യുന്നത്? കീർത്തി വീണ്ടും അവരിലേക്ക് തിരിച്ചു വരുമോ? ഉറക്കമുണരുന്ന കുഞ്ഞ് കീർത്തിയെ കാണാതെ എന്ത് ചെയ്യും?